ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ BLOമാർക്ക് സമ്മർദ്ദമില്ല എന്നുള്ളത് ആവർത്തിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകിയാണ് കളക്ടറുടെ ഒരു വിശദീകരണം ഈ അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത്. അതിൽ യാതൊരു തരത്തിലുമുള്ള സമ്മർദ്ദം BLOമാർക്ക് ഉണ്ടായിട്ടില്ല. അനീഷ് ജോർജിനെ ഫീൽഡ് ഓഫീസർ അടക്കമുള്ളവർ സഹായിച്ചിരുന്നു. അനീഷ് ജോർജ് തൻ്റെ ജോലി ഏതാണ്ടൊക്കെ പൂർത്തിയാക്കിയിരുന്നു. 22% മാത്രമാണ് ജോലി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 50 ഫോമുകൾ മാത്രമാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഇന്നലെ രാവിലെ വിളിച്ചപ്പോഴും അനീഷ് പറഞ്ഞിരുന്നു എന്നാണ് കളക്ടർ പറയുന്നത്. അതായത് ബൂത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നയാൾ ഈ അനീഷിനെ വിളിച്ചിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞത് 50 ഫോമുകൾ മാത്രമേ ഇനി ഫില്ല് ചെയ്യാനുള്ളൂ, അത് താൻ നൽകാനുള്ളൂ, തിരികെ വാങ്ങാൻ ഫോം ബാക്കിയുണ്ട്, പക്ഷേ ഈ ഫോം നൽകിയ ശേഷം താൻ തന്നെ അത് വാങ്ങിക്കോളാം, ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് ഇന്നലെ രാവിലെ 8:45 അനീഷ് പറഞ്ഞതായിട്ടാണ് കളക്ടർ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. അപ്പോൾ നിരന്തരമായി ഉദ്യോഗസ്ഥർ അനീഷിനെ വിളിച്ചിരുന്നു എന്നും അനീഷിന് മേൽ യാതൊരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല, അനീഷ് കൃത്യമായി ജോലി ചെയ്തു പോന്നിരുന്നു, അതുകൊണ്ട് തന്നെ അനീഷിന് മാത്രമായി പ്രത്യേകം എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഭീഷണി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് കളക്ടർ അടിവരയിട്ട് പറയുകയാണ്. പക്ഷേ BLOമാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അവർ പൊതുവെ പറഞ്ഞു വെക്കുമ്പോൾ അവരെല്ലാവരും അനീഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ SIRമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് എന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കുകയാണ്. അവരുടെ വാർഡുകളുമായി ബന്ധപ്പെട്ടും അവരുടെ ബൂത്തുകളുമൊക്കെയായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ പങ്കുവെക്കുകയാണ്. അപ്പോൾ അനീഷ് പ്രധാനമായിട്ടും കഴിഞ്ഞ 14 ദിവസങ്ങളായി ഇതിന്റെ സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതാണ്ട് അനീഷിന് നൽകേണ്ടിയിരുന്ന ഫോം 1200ഓളം ഫോമുകളാണ് അനീഷിന് വിവിധ വീടുകളിലായി നൽകേണ്ടിയിരുന്നത്. പ്രധാനമായും ആദ്യ തവണ മാത്രമായ ഒരു BLO ആകുന്ന വ്യക്തി, അദ്ദേഹത്തിന് ആ സ്ഥലത്തെ എല്ലാ വീടുകളുമായും വലിയ പരിചയമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ വീടുകളിൽ പോയി ഫോം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിലാണ് ഇത്തരത്തിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയുമൊക്കെ, അതായത് മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയുമൊക്കെ അദ്ദേഹം കുറേ ഫോമുകൾ എടുത്തു വെച്ച് വീട്ടുകാരോട് താൻ ഇതൊക്കെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചിരുന്നു എന്ന് കുടുംബം ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടി, മരണവുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതായത് ഈ CPM ഇക്കാര്യവുമായി ബന്ധപ്പെട്ട അനീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന ആരോപണം വരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ഇന്ന് നൽകുമെന്നാണ് DCC പ്രസിഡന്റ് അടക്കം പറയുകയും ചെയ്യുന്നത്. SK